Hi everyone, this is me Casac Benjali, founder and CEO of businessboomonline.com. നിങ്ങൾ ഒരു ഓൺട്രപ്രണർ ആണെങ്കിൽ, നിങ്ങളൊരു ബിസിനസ് പേഴ്സൺ ആണെങ്കിൽ, നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണ്, ബിസിനസ്സിലേക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ നിങ്ങളൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരാളാണ്, നല്ലൊരു ഐഡിയ ഉണ്ട്, എങ്ങനെ സ്റ്റാർട്ടപ്പ് ചെയ്യും എന്നൊക്കെ കൺഫ്യൂഷൻ ആയിട്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ ഗുഡ് ന്യൂസ് ഫോർ യു. നിങ്ങൾക്കുള്ള ഒരു സന്തോഷ വാർത്തയുമായിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. ഇന്ത്യയിൽ ബിസിനസ് ചെയ്യുന്നതിൽ ഏറ്റവും വലിയൊരു ഭയപ്പെടുത്തുന്ന അല്ലെങ്കിൽ പരാജയപ്പെടുന്നതിൻ്റെ പ്രധാന കാരണങ്ങൾ ഒന്നെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോട്ട് ഹാവിങ് ഇനഫ് ക്യാഷ് ഫ്ലോ. ഇന്ത്യയിൽ ആയിരക്കണക്കിന് സ്റ്റാർട്ടപ്പുകളിൽ ഓരോ വർഷവും കൊണ്ടുവരുന്നുണ്ട് അല്ലെങ്കിൽ വരുന്നുണ്ട്. സ്റ്റാർട്ടപ്പുകളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ ഇൻക്യുബേറ്റ് ചെയ്ത് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ധാരാളം ഗവൺമെൻറ്റുകൾ പലതരത്തിലുള്ള സ്കീമുകൾ, സ്റ്റാർട്ടപ്പ് മിഷനും അതും ഇതുമൊക്കെ ആയിട്ട് പല സ്കീമുകളും കൊണ്ടുവരുന്നുണ്ട്. സീഡ് ഫണ്ട് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് സ്കീമുകൾ കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ VCസിന്, വെഞ്ചർ ക്യാപിറ്റലിസ്റ്റുകളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള സ്കീമുകൾ, ഇങ്ങനെ പലതരത്തിലുള്ള സ്റ്റാർട്ടപ്പുകളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്നുണ്ട്. ഈവൻ ദോ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ശരി, 95% അല്ലെങ്കിൽ 90 മുതൽ 95% വരെ സ്റ്റാർട്ടപ്പുകളും ആദ്യത്തെ 5 വർഷത്തിനുള്ളിൽ പരാജയപ്പെടുന്നു എന്നുള്ളതാണ് റിയാലിറ്റി. കേസ് സ്റ്റഡീസ് വെച്ചിട്ട് എടുക്കുമ്പോൾ 90% സ്റ്റാർട്ടപ്പുകളും ആദ്യത്തെ 5 വർഷത്തിനുള്ളിൽ തന്നെ പരാജയപ്പെട്ടു പോകുന്നു എന്നുള്ളത് ഒരു ഭീകരമായൊരവസ്ഥയാണ്. എന്തുകൊണ്ടാണ് എന്നതിനെക്കുറിച്ച് പഠനം നടത്തുമ്പോൾ അതിൽ ഏറ്റവും വലിയ റീസണുകളിൽ ഒന്നായിട്ട് നിൽക്കുന്നത് ക്യാഷ് ഫ്ലോ ഇല്ല എന്നുള്ളതാണ്. വേണ്ടത്ര ഇതിനെ ഗ്രോ ചെയ്യാനും റൺ ചെയ്യാനുമുള്ള, ലോങ് റണ്ണിൽ റൺ ചെയ്യാൻ പറ്റുന്ന ക്യാഷ് ഫ്ലോ ഉറപ്പുവരുത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ക്യാഷ് ഫ്ലോ ഉറപ്പുവരുത്താൻ ഡെഫിനറ്റ്ലി ഒരു സ്റ്റാർട്ടപ്പ്, ഒരു ഐഡിയ ആണ് പലപ്പോഴും ഒരു സ്റ്റാർട്ടപ്പ്, ഒരു ന്യൂ ഐഡിയ, ഇന്നോവേറ്റീവ് ഐഡിയ. പലപ്പോഴും ഇന്നോവേഷൻ എന്ന് പറഞ്ഞ ഒരു ക്രിട്ടിക്കൽ ഫാക്ടറാണ്. ഇന്ത്യയിലത് അത്രമാത്രം ഇന്നോവേറ്റീവ് ആയിട്ടുള്ളൊരു ഐഡിയാസ് വരുന്നില്ല. പലപ്പോഴും കോപ്പി ഇന്നോവേഷൻസ് ആണ്. ഫ്ലിപ്കാർട്ട്, ആമസോണിൻ്റെ കോപ്പി ആണെങ്കിൽ, ഓല, ഊബറിൻ്റെ കോപ്പി ആണെങ്കിൽ, അങ്ങനെയുള്ള കോപ്പി ഇന്നോവേഷൻസ് ആണ് വരുന്നത്. ഈവൻ ദോ ഇറ്റ് സംതിങ് ഹാപ്പനിങ്. ഇന്നോവേഷൻ ഐഡിയ ഉണ്ടെങ്കിലും ആ ഐഡിയയെ, ഒരു കൺസെപ്റ്റിനെ ഒരു ബിസിനസ് ആക്കി മാറ്റുന്നതിൽ സീഡ് ഫണ്ടിന് വളരെ പ്രാധാന്യമുണ്ട്. സീഡ് ഫണ്ട് എന്ന് പറഞ്ഞാൽ അതിനൊന്ന് സ്റ്റാർട്ടപ്പ് ചെയ്തൊരു ബിസിനസ് സ്ട്രക്ചറിലേക്ക് മാറ്റാനുള്ള ഫണ്ട് മാത്രമാണ്. പക്ഷെ അതിന് ഗ്രോ ചെയ്യാനും റൺ ചെയ്യാനും ഡെഫിനറ്റ്ലി ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് ഫണ്ട് ആവശ്യമാണ്. അവിടെ പലപ്പോഴും സഹായമായിട്ട് വരുന്നത് വെഞ്ചർ ക്യാപിറ്റലിസ്റ്റുകളാണ്, VCs ആണ്. പക്ഷെ VCസിൻ്റെ ഇൻ്റർഫിയറൻസ് പലപ്പോഴും പല സ്റ്റാർട്ടപ്പുകളെയും പ്രോബ്ലത്തിലാക്കുന്നുണ്ട്. കാരണം അവരുടെ അനാവശ്യമായിട്ടുള്ള ഇൻ്റർഫിയർ, അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് ഡിസിഷനിലും ബിസിനസിൻ്റെ ഓപ്പറേഷനിലും ഒക്കെയുള്ള കൈകടത്തലുകൾ പലരും VCസിലേക്ക് പോകാൻ ഭയപ്പെട്ട് മാറി നിൽക്കുന്ന ഒരവസ്ഥയുണ്ട്. ഇങ്ങനെ ഒരു സ്റ്റാർട്ടപ്പിലേക്ക് ഫണ്ട് കണ്ടെത്താൻ കഴിയാതെ വിഷമിച്ചിരിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്, ഫ്യൂച്ചറിൽ നിങ്ങളൊരു സ്റ്റാർട്ടപ്പ് ബിസിനസ് ചെയ്യുന്നു, നിങ്ങൾ നിലവിൽ പ്രശ്നത്തിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ അതിനുള്ളൊരു സൊല്യൂഷനാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. അതിനുള്ള ഏറ്റവും വലിയ സൊല്യൂഷൻ, ഹ്യൂജ് ഫണ്ട് കളക്ട് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു പ്രോഗ്രാം BSE ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ട്, സ്റ്റാർട്ടപ്പ് IPO എന്ന പേരിൽ. ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ സ്റ്റാർട്ടപ്പ് ഇനീഷ്യേറ്റീവിൻ്റെ ഭാഗമായിട്ട് SME സെക്ഷനിൽ ഓൾറെഡി അത് തുടങ്ങിയിട്ടുണ്ട്. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൽ ബിസിനസ്സിന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ IPO ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ സ്റ്റാർട്ടപ്പുകളെ സപ്പോർട്ട് ചെയ്യാനും സ്റ്റാർട്ടപ്പുകളെ പ്രൊമോട്ട് ചെയ്യാനും അവർ നേരിടുന്ന ഈ ഒരു പ്രോബ്ലം, ക്യാഷ് ഫ്ലോയുടെ പ്രോബ്ലം, അതുപോലെ തന്നെ VCസിൻ്റെ ഇൻ്ററപ്ഷൻസ് ഒഴിവാക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു വലിയ ക്രൂഷ്യൽ ഏരിയയാണ് ക്യാഷ് ഇല്ല എന്നുള്ളത്. അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഇനീഷ്യേറ്റീവോടുകൂടി തുടങ്ങിയിരിക്കുന്ന ഒരു ഏറ്റവും വലിയൊരു ഡ്രമാറ്റിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ വലിയൊരു ഇനീഷ്യേറ്റീവ് തന്നെയാണ് സ്റ്റാർട്ടപ്പ് IPO. SME സെഗ്മെന്റിലേക്ക് പോകുമ്പോൾ അതിന് കുറച്ച് ക്രൈറ്റീരിയാസ് കൂടുതലുണ്ട്. 3 years ഓഫ് കമ്പനി എക്സിസ്റ്റൻസ് ഉണ്ടായിരിക്കണം. ഓൾമോസ്റ്റ് കുറച്ച് വാല്യൂ മണി 2 crores അടുത്ത് 3 crores അടുത്ത് നിങ്ങളുടെ കയ്യിൽ ലിക്വിഡ് ക്യാഷ് അല്ലെങ്കിൽ അസറ്റ് വാല്യൂ ഉണ്ടായിരിക്കണം എന്നൊക്കെ ക്രൈറ്റീരിയ ഉണ്ട്. പക്ഷേ സ്റ്റാർട്ടപ്പുകളെ സംബന്ധിച്ചിടത്തോളം അത്തരം ഒരു ക്രൈറ്റീരിയാസ് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഗുണമേന്മ അല്ലെങ്കിൽ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നിങ്ങളുടെ കമ്പനി ഏറ്റവും റീസെൻ്റ് ആയിട്ട് തുടങ്ങിയതാണെങ്കിലും ശരി, ഏറ്റവും അടുത്ത് തുടങ്ങിയതാണെങ്കിലും ശരി, ആ കമ്പനികളെ അതാണെങ്കിലും ശരി, നിങ്ങളുടെ കമ്പനിക്ക് എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും, ഒരുപാട് വർഷത്തെ പരിചയമൊന്നും ഇല്ലെങ്കിലും, SME സെഗ്മെന്റിന് ബിസിനസ് ചെയ്യുന്നതിന് കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. കാരണം അതിനകത്ത് 3 crore ഫിനാൻഷ്യൽ വാല്യൂ, അസറ്റ് വാല്യൂ കാണിച്ചിരിക്കണം. പിന്നെ 3 years ഓഫ് എക്സ്പീരിയൻസ്, കമ്പനിയുടെ എക്സിസ്റ്റൻസ് ഉണ്ടായിരിക്കണം. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ശരി, സ്റ്റാർട്ടപ്പുകളെ സംബന്ധിച്ചിടത്തോളം അത്തരമൊരു പ്രോബ്ലം ഇല്ല എന്നുള്ളതാണ്. അത്തരം ഒരു റിക്വയർമെൻറ്റ് ഡിമാൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ കമ്പനി ഒരു 2 month ആയിട്ടുള്ളൂ, ഇനീഷ്യൽ സ്ട്രക്ചറിലാണെങ്കിലും ശരി, യു ക്യാൻ സ്റ്റിൽ ഗോ ഫോർ IPO. അതല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലൊരു ഹ്യൂജ് വാല്യൂ ഓഫ് അസറ്റ് നിങ്ങളുടെ കയ്യിൽ ഷോ ചെയ്യാൻ, പ്രസൻറ്റ് ചെയ്യാനില്ലെങ്കിലും സ്റ്റിൽ ഗോ ഫോർ IPO. നിങ്ങൾക്ക് 25 കോടി വരെ സ്റ്റാർട്ടപ്പ് IPO വഴി നിങ്ങൾക്ക് റേസ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. പക്ഷേ ചെറിയ ലിമിറ്റേഷൻസ് ഉണ്ട്. ചില സെക്ഷനുകളിലാണ്, IT റിലേറ്റഡ് സെഗ്മെൻറ്റുകളാണ് കൂടുതൽ സ്റ്റാർട്ടപ്പ് IPO ഗവൺമെൻറ് പ്രൊമോട്ട് ചെയ്യുന്നത്. എല്ലാ കാറ്റഗറിയിലുള്ള സ്റ്റാർട്ടപ്പുകൾക്കും അത് നിലവിൽ അവൈലബിൾ ആയിട്ടില്ല. നിങ്ങളുടെ കമ്പനീസ് IT റിലേറ്റഡ്, IT പ്രോഡക്ട്സ് ആൻഡ് IT റിലേറ്റഡ് കമ്പനി ആണെങ്കിൽ, ബയോടെക്നോളജി അല്ലെങ്കിൽ ലൈഫ് സയൻസ്
3D പ്രിൻറ്റിങ്, സ്പേസ് ടെക്നോളജി, പിന്നെ ഇ-കൊമേഴ്സ്, ഹൈടെക് ഡിഫൻസ്, പിന്നെ അതുപോലെ തന്നെ ഡ്രോൺസ് ആൻഡ് നാനോ ടെക്നോളജി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ബിഗ് ഡാറ്റ, അതുപോലെ തന്നെ എൻഹാൻസ് ആൻഡ് വിർച്വൽ റിയാലിറ്റി, ഇതാണെങ്കിൽ അതുപോലെ തന്നെ ഗെയിമിംഗ്, ഗെയിമിംഗ്, റോബോട്ടിക്സ്, ഹോളോഗ്രാഫിക് ടെക്നോളജി, പിന്നെ ജനറ്റിക് എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ പിന്നെ കമ്പ്യൂട്ടർ ആൻഡ് IT-യുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ തരത്തിലുള്ള ബിസിനസ്സിലുമാണ് നിങ്ങൾ സ്റ്റാർട്ടപ്പ് ചെയ്യുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി ദിസ് ഇസ് എ ഗുഡ് ന്യൂസ് ഫോർ യു. കാരണം നിങ്ങളുടെ കയ്യിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും ശരി, വളരെ അഡ്വാൻറ്റേജ് ആണ് സ്റ്റാർട്ടപ്പ് IPO. ഒന്നാമത്തത്, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കമ്പനി ആകുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ബ്രാൻഡ് വാല്യൂ, അതിൻ്റെ മാർക്കറ്റ് റെപ്യൂട്ടേഷൻ എന്ന് പറയുന്നത് വളരെ വലുതാണ്. മാത്രമല്ല ഓപ്പറേഷണൽ ഇൻ്റർഫിയറൻസ് ഇല്ലാതെ തന്നെ നിങ്ങൾക്കൊരു ഹ്യൂജ് എമൗണ്ട് 25 കോടി വരെ റേസ് ചെയ്യാൻ പറ്റുന്നു എന്ന് പറയുന്നത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. 25 കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ സ്റ്റാർട്ടപ്പ് അഡ്വാൻറ്റേജ് മാറിയിട്ട് SME സെഗ്മെന്റിലേക്ക് ഇത് മാറിപ്പോകുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയണമെങ്കിൽ, നിങ്ങൾക്ക് ഈസി ആയിട്ട് അറിയണമെങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുക്കുന്നതാണ്. അതോടൊപ്പം തന്നെ www.startupbsc.com എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങളുടെ സ്റ്റാർട്ടപ്പ് കമ്പനി ആണെങ്കിൽ ഇതിനെ എങ്ങനെ IPOക്ക് പോകാൻ വേണ്ടിയുള്ള ക്രൈറ്റീരിയ എങ്ങനെ ഫുൾഫിൽ ചെയ്യാം, ഏതൊക്കെ രീതിയിലാണ് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യേണ്ടത്, നിങ്ങളെ കമ്പനി പ്രസൻറ്റ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ആ വെബ്സൈറ്റിനകത്ത് നിങ്ങൾക്ക് ലഭ്യമാണ്. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. നിങ്ങളൊരു ഓൺട്രപ്രണർ ആണെന്ന് കരുതിയിട്ട്, ഫണ്ടില്ലെന്ന് കരുതിയിട്ടും, സ്റ്റാർട്ടപ്പിലാണ്, നിങ്ങളുടെ കുട്ടികളാണെന്ന് കരുതിയിട്ടൊന്നും നിങ്ങളുടെ ബിസിനസ് മോഹത്തെ തടഞ്ഞു വെക്കേണ്ടതില്ല. മൂവ് ഓൺ. ദർ ആർ മെനി ഓപ്പർച്യൂണിറ്റീസ് ആർ ദെയർ കമ്മിങ് ഇൻ ടു മാർക്കറ്റ്. നിങ്ങളുടെ ബിസിനസ്സിനെ കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ്സിൻ്റെ A to Z ഒരു ലോസ് മേക്കിംഗ് കമ്പനിയെ ഒരു പ്രോഫിറ്റ് മേക്കിംഗ് കമ്പനി ആക്കിയിട്ട് നിങ്ങളുടെ ഫിനാൻഷ്യൽ ആൻഡ് റവന്യൂ ഗ്രോത്തിന് ഒരു കർവിലേക്ക് കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങളെ ബിസിനസ് പഠിപ്പിക്കുന്ന, നിങ്ങളുടെ എവറിത്തിങ് അബൌട്ട് ബിസിനസ്, മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനും ഒരു മൊണോപ്പൊളി ക്രിയേറ്റ് ചെയ്യുക, കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് എടുക്കുക, കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൽ തന്നെ എങ്ങനെ പ്രൈസ് കുറയ്ക്കാതെ വിൽക്കാം തുടങ്ങിയ ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള A to Z കാര്യങ്ങൾ വിന്നിംഗ് ടീമിന് ഡെവലപ്പ് ചെയ്യാൻ, വിവിധ തരത്തിലുള്ള ട്രെയിനിങ് പാക്കേജ്, നിങ്ങളുടെ സ്റ്റാഫിന് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ വി ഹാവ് എ കോർപ്പറേറ്റ് ട്രെയിനിങ്, ഇങ്ങനെയൊക്കെ നിങ്ങളുടെ ബിസിനസ്സിനെ എക്സ്പാൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഞങ്ങളുടെ 1 year പ്രോഗ്രാമാണ് ബിസിനസ് ബൂം എന്ന് പറയുന്ന പ്രോഗ്രാം. 1 വർഷം നീണ്ടു നിൽക്കുന്ന ഓൺടർപ്രണർഷിപ്പിനെ കുറിച്ചുള്ള പ്രോഗ്രാം, ഓൺലൈനിലും ഓഫ്ലൈനിലും അവൈലബിൾ ആയിട്ടുള്ള ഈ പ്രോഗ്രാമിനെ കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാം. അതുപോലെ നിങ്ങൾ ഓൺടർപ്രണർ ആണെങ്കിൽ നിങ്ങളുടെ ടീമിനെ ഹൈ പ്രൊഡക്ടിവിറ്റിയുള്ള ഒരു സൂപ്പർ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ടീമാക്കി മാറ്റണമെങ്കിൽ, നിങ്ങളുടെ സ്റ്റാഫിന് ഏതെങ്കിലും തരത്തിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ് ആവശ്യമുണ്ടെങ്കിൽ കോളേഴ്സ്, ഞങ്ങൾ നിങ്ങളുടെ സ്റ്റാഫിനെ ട്രെയിൻ ചെയ്ത് സെയിൽസിലാണെങ്കിലും ഓപ്പറേഷൻസിലാണെങ്കിലും ഒരു സൂപ്പർ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള, ഹാപ്പി ആയിട്ടുള്ള, ഹൈ എനർജറ്റിക് ആയിട്ടുള്ള ടീമാക്കി മാറ്റി തരാനുള്ള കോർപ്പറേറ്റ് ട്രെയിനിങ് സ്ട്രാറ്റജിയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ we can help you. Thank you so much. ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് നിങ്ങളുടെ ഏറ്റവും നിയറസ്റ്റ് ക്ലോസ് ആയിട്ടുള്ള ഏരിയ നിങ്ങൾക്കിത് ഷെയർ ചെയ്യാവുന്നതാണ്. ഇതുവരെ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ, നിങ്ങൾ ഓൺട്രപ്രണർ ആണെങ്കിൽ, നിങ്ങളൊരു സക്സസ് ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ് ഇനി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ട് താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ you will get a notification. Thank you so much. This is me, Casac Benjali.